ഞാനും അമ്മും കൂടി ഇങ്ങനെ വണ്ടിമേൽ ഇങ്ങനെ പോകുന്നൊരു വണ്ടീൻ്റെ ബേക്ക് കുത്തിട്ട് ഇങ്ങനെ ആവിയിട കേട്ടോ. അന്നേരം തന്നെ എൻ്റെ ഒരു കമ്പനിക്കകത്ത് ശില്പ വന്നതിനെ കൊണ്ട് ശില്പനോട് ഞാൻ ചോദിച്ചു, അല്ല ശില്പ ഇതെന്താ ഫുള്ള് മഞ്ഞാണല്ലോ എന്ന്. അന്നേരം ശില്പനോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഞ്ഞല്ല മോനെ, അത് ഉപ്പ് കാറ്റ് വീശുന്നതിനെ കൊണ്ടാണ് എന്ന്. ഞാൻ പറഞ്ഞു ഉപ്പ് കാറ്റ് വീശലടക്കട്ടെ, വല വീശിയാതെ അത് അവിടെ കുത്തിട്ട് ക്ലിയർ ആക്കുന്നതാണ്. അന്നേരം തന്നെ അമ്മ പറഞ്ഞു വെച്ചുകൊണ്ട് വാവ് അടിപൊളി സ്പോട്ടാണല്ലോ എന്ന്. നോക്കുന്ന സമയത്ത് ഇവിടെയുള്ള പല ആൾക്കാരും എന്താക്കുന്നുണ്ട്, കടലിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അമ്മ പറഞ്ഞു വെച്ചുകൊണ്ട് വണ്ടി സൈഡാക്കി നമുക്ക് കുറച്ച് നേരം ഇവിടെ നിൽക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു ഓ നിൽക്കേ ഇരിക്കുക, എന്ത് മഴ ചെയ്തോ, എല്ലാം മോളെ തൈ തൊടണ്ട എന്ന് ആദ്യം പറഞ്ഞു. ആരോ വെച്ച് പോയതാണ്, അതെടുത്ത് കളിക്കല്ലേന്ന്. അവിടെ നിന്ന് വീഴാൻ നോക്കിയതിനെ കൊണ്ട് നമ്മൾ പിടിച്ച് കുറച്ച് ഇങ്ങോട്ടേക്ക് ആക്കിട്ടോ. അന്നേരം തന്നെ അർജുൻ എന്ന് പറയുന്ന നായി ഇങ്ങനെ പോകുന്നു. അവിടെ നിന്ന് അർജുൻ കാമാന്ന് വിളിക്കുമ്പോഴത്തേക്ക് അർജുൻ ഇങ്ങ് പോകുന്നിട്ടാ. അർജുൻ വന്നതിന് ശേഷം ഒരു രക്ഷയില്ല, ബാഗിലുള്ള ബിസ്ക്കറ്റ് സ്വന്തം ബിസ്ക്കറ്റ് എടുത്തിട്ട് ആർക്ക് കൊടുക്കുകയാണ്, നമ്മളെ സ്വന്തം അർജുൻ. അർജുൻ നന്ദിയേടൊന്നും കാണിച്ചില്ല, എല്ലാവരെയും വിളിച്ച് അവൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വന്നതിന് ശേഷം അമ്മ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ എനിക്ക് ബിസ്ക്കറ്റ് ഇല്ലാണ്ടായല്ലോ എന്ന്. അന്നേരം തന്നെ എന്നോട് പറഞ്ഞു ബിസ്ക്കറ്റ് തരുന്നു, എനിക്ക് ഇവർ ചായ കുടിക്കുന്ന എന്നോട് കുടിക്കണമെന്ന്. ആടെ നടന്ന് ഒരു ചായ ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് എന്താക്കട്ടെ നേരെ കടലിൻ്റെ അടുത്ത് പോയിട്ട് വാവ് പറഞ്ഞിട്ട് എന്താക്കുക ചായ കുടിക്കട്ടോ. ഇതേമാതിരി നിങ്ങൾ ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബീച്ചിൽ പോയിട്ട് അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ചായ മാറ്റി ബീച്ചിൻ്റെ അരിയത്ത് പോയിട്ട് നന്നായിട്ട് കുടിക്കുക. അപ്പോൾ ഇതേമാതിരിയുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഫോളോ ചെയ്യുക. അതേമാതിരി ഒന്നും നോക്കണ്ട, കമൻറ്റെല്ലാം അടിച്ചേക്ക് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ